ഇന്ത്യക്ക് പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ ലേഡീസ് ഉണ്ട്, അവിടെ ഒക്കെ ഡെലിവറി നടക്കാറുണ്ട്. എന്നാൽ അവിടെ ഒന്നും പോസ്റ്റ് ഡെലിവറി കെയർ ഇല്ല. അവിടെ ഉള്ള സ്ത്രീകൾക്കൊന്നും പോസ്റ്റ് ഡെലിവറി കെയർ എടുക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് കേൾക്കുന്നതുമില്ല. പിന്നെ ഇവിടെ കേരളത്തിൽ മാത്രം എന്തിനാ ഇത്ര നിർബന്ധം എന്ന് നമ്മൾ ഒത്തിരി ഡൗട്ട്സും മെസ്സേജസും ഒക്കെ കണ്ടു. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ രാജ്യത്തെ ക്ലൈമറ്റോ ആ രാജ്യത്തെ ജീവിതശൈലിയോ ജീവിത രീതിയോ ആഹാരശൈലിയോ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ഭാര്യമാർ ഇവരോടൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോൾ തുടങ്ങി എപ്പോൾ വരെ ഉള്ളതാണെന്ന് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഡെലിവറി കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ പേരും വർക്കിംഗ് വുമൺ തന്നെയാണ്. ഒരു 6 മാസത്തെ ലീവിന് ശേഷം വളരെ സ്ട്രെസ്ഫുള്ളായ വർക്കിംഗ് അവേഴ്സിലേക്ക് പോവുകയാണ്. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ബസ് കയറി യാത്രയ്ക്ക് പോകുന്നു. ഒരു 8 hours, കറക്റ്റ് 8 hours മാത്രമാണോ നമ്മുടെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത്? അതിനുശേഷം വീട്ടിൽ ചെന്നാൽ എന്തൊക്കെയായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്? അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ അതിനുശേഷം പ്രായമായവരുടെ, മുതിർന്നവരുടെ ആരോഗ്യം, ഇങ്ങനെ എത്രമാത്രം കാര്യങ്ങളാണ് ഒരു മൾട്ടി ടാസ്കിങ് ആയ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ കൺട്രീസിലെ സ്ത്രീകളെ പോലെ വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ സിമ്പിളായ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ഫോക്കസ്ഡ് ആയ ഒരു സ്ത്രീയും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എത്ര സ്ത്രീകളാണ് അവരവരുടെ ആരോഗ്യത്തിന് വേണ്ട ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണവും യോഗയും ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെലിവറിക്ക് ശേഷം വീണ്ടും അവരുടെ സോഷ്യലായിട്ടും അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇന്ന് എത്രയോ സ്ത്രീകൾ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷനിലേക്ക് പോകുന്നു. അതിനുശേഷമുള്ള നടുവുവേദനയും മറ്റ് മസിൽ പെയിനും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവിതം വളരെ കഷ്ടപ്പെട്ട് ആരോടും പറയാതെ തന്നെ അവരുടെ ലൈഫ് റുട്ടീനിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് കൈത്താങ്ങാവുക, അവർക്ക് ഏറ്റവും നല്ലൊരു വെൽനെസ് റിജുവിനേഷൻ കൊടുക്കുക എന്നത് അംഗീകൃതമായ ഒരു ഡോക്ടറിൻ്റെ, രജിസ്റ്റേർഡ് ആയ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു വെൽനെസ് ട്രീറ്റ്മെൻ്റ് ആണ് പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങൾ ഒരു ഡെലിവറിക്ക് ശേഷം കൊടുക്കുന്നത് അവരുടെ ലൈഫ് ലോങ് അസറ്റാണ് എന്ന് തന്നെ പറയാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, അതിനൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ മേൽനോട്ടം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം കൂടിയാണ് ഈ പോസ്റ്റ്നേറ്റൽ കെയർ.